സംസ്ഥാനത്തെ ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. വയനാടും പാലക്കാടും UDF നിലനിർത്തിയപ്പോൾ ചേലക്കര ഇടതുമുന്നണിയും നിലനിർത്തി. പാലക്കാട് നിന്ന് സംസ്ഥാന നിയമസഭയിലേക്ക് ഒരംഗത്തെ പറഞ്ഞയക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു BJP. ആ ആത്മവിശ്വാസത്തെയാണ് രാഹുൽ മാങ്കൂട്ടവും UDFും തകർത്തത്. നഗരസഭാ പരിധിയിലെ സ്വാധീനമായിരുന്നു BJPയുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. ഇവയുടെ മുന്നേറ്റമുണ്ടാക്കാൻ ആയില്ലെന്ന് മാത്രമല്ല, പരമ്പരാഗതമായി കിട്ടിയ വോട്ടുകളിലും ചോർച്ചയുണ്ടായി. കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിനേക്കാൾ 3000-ലധികം വോട്ടിന്റെ കുറവാണ് ഇത്തവണ BJPക്ക് മണ്ഡലത്തിൽ ഉണ്ടായത്. പാലക്കാട് ഒരു 3,000-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി. ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. പാലക്കാട്ടെ ദയനീയ പരാജയം BJPക്കുള്ളിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നുറപ്പ്. P. സരിന്റെ സ്ഥാനാർത്ഥിത്വം CPMനെയും ഇരുത്തി ചിന്തിപ്പിക്കും. വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവിന് ആനുപാതികമായി CPMന് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഉയർത്താൻ ആയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1.